ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ ഒരു മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഫാമത്തെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും എൻ്റെ വീട്ടിൽ നടക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. എൻ്റെ മോർണിംഗിൽ ഞാൻ ഡെയിലി അല്ല എന്നാലും മിക്ക ദിവസങ്ങളിലൊക്കെ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം ഇൻഷാ അള്ളാ. അപ്പോൾ വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാല് ഞാനിടുന്ന ഇതേപോലത്തെ നല്ല നല്ല കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അത് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞാനിത് രാവിലെ തന്നെ നീച്ച് കണ്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി നല്ല ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെ നനച്ചു കൊടുക്കാല് ഞാനാണ് അധികം വീട്ടുകാരനെയാണ് നനച്ചു കൊടുക്കല്, ഇമ്മ തന്നെയാണ് നനച്ചു കൊടുക്കല്. എന്നാലും ഇടക്കിടക്കൊക്കെ ഞാനൊന്ന് പുറത്തിറങ്ങും. ഇടക്കിടക്കല്ല, എനിക്കും മൈൻഡ് ഫ്രീ ആകുമ്പോഴൊക്കെ ഞാനൊന്ന് മൈൻഡൊക്കെ ഒന്ന് വാമാക്കാൻ വേണ്ടി ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ഞാൻ ചെടിയും കാര്യങ്ങളൊക്കെ നനച്ചെടുത്ത് കോഴിക്കളൊക്കെ നോക്കി നല്ല കുട്ടിയായിരിക്കും ഇൻഷാ അള്ളാ. നമ്മളെ വീട്ടിലെ തെച്ചിപ്പൂവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പുഷ്പിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് കാണുമ്പോൾ എന്താ അറിയോ, മനസ്സിനൊരു സമാധാനമാണ്. മനസ്സിലുണ്ടാവുന്ന ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അല്ലാതെ വെറുതെ പെരിയിൽ ഇങ്ങനെ മുടട്ട് കുത്തർന്നിട്ട് കാര്യമില്ലല്ലോ, എന്തേലൊക്കെ ചെയ്യണ്ടേ. പെരിയിലെന്നല്ല, ഞാൻ പൊതുവെ ദർസിലാണ് ഉണ്ടാവല്. എന്നാലും ഞാൻ ഒഴിവുള്ള ടൈമിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. ഞാൻ ചെടി ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയില് അയൽവാസിയിലെ താത്ത വന്നിന് കേട്ടോ. അപ്പൊ താത്താനോട് എന്തൊക്കെയാ ഇങ്ങനെ കുശലം പറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലത്തെ പ്രഭാതം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാട്ടോ. ചെടിയും കാര്യങ്ങളൊക്കെ നനച്ച് കഴിയാനയക്കണേ. ഈ ഒരു ഏരിയയിലാണ് നല്ല രീതിയിൽ നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് വീട് ഭംഗിയാക്കാൻ നമ്മളെ മനസ്സ് റീഫ്രഷ് ആക്കാനൊക്കെ ഒരു ഹെൽപ്ഫുൾ ആണ് ഇങ്ങനത്തെ ചെടിയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ ഞാൻ എന്തിനാ ഈ വെള്ളം തളിക്കണെന്ന് അറിയാം, നമ്മുടെ മുറ്റത്ത് പൊടി വാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുന്നത് ഇടക്കിടക്ക്. കാരണം പൊടി മണ്ണാണല്ലോ ഇവിടെ. അപ്പൊ അങ്ങനെ മുറ്റത്തേക്ക് താഴേക്കൊന്നും പൊടി വാറണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ തളിച്ചു കൊടുക്കുന്നത് വെള്ളം. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനത്തെ ചെടി നനക്കണ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം നല്ല വെയിൽ ഉദിച്ചിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ഫാമിലേക്ക് കയറിയപ്പോൾ കോഴിക്കളൊക്കെ മറ്റേ ദമ്മ് പൊട്ടിക്കാൻ നിൽക്കണം. ബിരിയാണി ദമ്മ് പൊട്ടിക്കാൻ നിൽക്കുമ്പോ ഉണ്ടാവൂലേ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ അതിന്റെ ചുറ്റോടിറ്റും കുറെ ആൾക്കാരും അതേപോലെ ഇവർക്ക് ഫുഡ് ഞങ്ങൾ വെച്ചു കൊടുക്കലുണ്ട്. പക്ഷെ ഇവര് ഫുഡ് മെയിനായിട്ട് കഴിക്കൂല. ഇവര് പുറത്തിറങ്ങാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. പാവാണ് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ നമുക്ക് അങ്ങനെ കഴിച്ചു വിടാൻ പറ്റില്ലല്ലോ. അതല്ല ഞാൻ എന്ന് പറയാൻ വന്നത്, നമ്മളെ ഫാമിൽ പുതിയ ബേബീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ബേബീസ് എന്ന് പറയുമ്പോൾ കോഴിക്കുട്ടികൾ തന്നെയാണ് കേട്ടോ, അല്ലാതെ മനുഷ്യ കുഞ്ഞൊന്നല്ല. ഏതായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാ അള്ളാ. ഇതാണ് കേട്ടോ നമ്മളെ ബേബീസ്. നമ്മൾ പൊരുത്തത്തിന് വെച്ചതേനു, പൊരിങ്ങിയ കോഴിക്കൊക്കെ നമ്മൾ എഗ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഉണ്ടായ ബേബീസ് ആണ്. മാഷാ അള്ളാ. ഏതായാലും നല്ല അടിപൊളി പല കളേഴ്സിലുള്ള കോഴികളുണ്ട്. അപ്പൊ ഗൈസ്, ഞാനിപ്പോ രാവിലെ തന്നെ ഞാൻ നീച്ച് വന്നല്ലോ, കോഴിക്കളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഇനി ഞാൻ 2 മുട എടുത്ത് പൊരിക്കാന്ന് വിചാരിച്ചു. മുട പൊരിക്കല്ല, മിക്കവാറും ഞാൻ ബുൾസൈ അടിക്കാനാണ് ചാൻസ് കൂടുതൽ. ഏതായാലും മുട നല്ല ഹെൽത്തി ആണല്ലോ. നമ്മൾ നാടൻ മുട ഉണ്ടാവുമ്പോ ഏതായാലും പുറത്തുനിന്ന് നല്ല വില കൊടുത്ത് മുട വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും നമുക്ക് മുട പൊരിക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. ബുൾസൈ എന്നൊന്നും ഞങ്ങളവിടെ നാട്ടിലൊന്നും പറയില്ല കേട്ടോ. ബുൾസൈ എന്നാണ് അങ്ങനെ പച്ചക്ക് വേവിക്കണതിന്റെ പേരെന്നെങ്കിലും ഞങ്ങളിവിടൊക്കെ മുട പൊരിച്ചാന്നൊക്കെ പറയല്. പച്ച മലയാളത്ത് പറഞ്ഞാല് നമ്മൾ മലപ്പുറംകാരല്ലേ, എന്തിനാ വെറുതെ ധൃതിയൊക്കെ പിടിച്ച് ഇങ്ങനെ വിലം പിടിച്ച് വർത്താനം പറയണേ. അപ്പോ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചെടുത്ത് ഫ്ലെയിമൊക്കെ ഓണാക്കിയതിന് ശേഷം നല്ല എണ്ണ കേട്ടോ. ഇത് ഞാനല്ല, ഞങ്ങളെ വീട്ടില് ഇപ്പൊ എടുത്ത് ഫ്രഷ് ആയിട്ട് ആട്ടിയ എണ്ണയാണ്. അതുകൊണ്ട് ഫാറ്റോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല, നല്ല എണ്ണ തന്നെയാണല്ലോ.
അപ്പൊ ഏതായാലും നമ്മൾ മുട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല തിളക്കല്ല നല്ലൊന്ന് വെന്ത് വരണം. ഞാൻ പൊതുവെ അങ്ങനെ വേവിക്കലൊന്നുമില്ല, പരമാവധി ഞാൻ പച്ച കഴിക്കാനാ നോക്കല്. പക്ഷെ പച്ചക്ക് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചെറിയൊരു ഇതിലാണ് ഞാൻ കഴിക്കല് കൂടുതലും. അപ്പൊ സോ ഗൈസ്, നമ്മളെ ബുൾസയും കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരട്ടോ. ഞാൻ സ്കെച്ചപ്പ് കൊണ്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യണ. വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ അറിയില്ല, എന്നാലും എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്യാണ്. ആ കരപ്പായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുടന്റെ മേൽക്കൂടിയൊക്കെ കുറച്ചാക്കാം. ഈ ബുൾസൈ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എങ്ങനെയെന്നാണ് ഈ ഓവർ വേവാത്ത ബുൾസൈ ഒക്കെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ജ്യൂസിനെസ് നമുക്ക് നല്ല മനസ്സിലാക്കാൻ കഴിയും.